മുള്ളൊക്കെ അവിടെ ഉണ്ടാവും അല്ലേ? തങ്ങൾ പറയാ. ആ മരോ? ഇതെന്തിനാ മരാ ഈ മരം? ആ ആ ഊട്ടിയിലൊക്കെ കണ്ടിട്ടുണ്ട് ഞാൻ. ഊട്ടിയിലൊക്കെ കണ്ടിട്ടുണ്ട്. അവിടെയാണ് തങ്ങളുവാരുടെ അടിവാരം. പിന്നെ ഇവിടെ ആരെങ്കിലും വീണ്ടുണ്ടോ? സെറ്റ്. വേണ്ട മതി. ആഹാ നമ്മൾ കണ്ടില്ല അല്ലേ? ഈ പേരയ്ക്ക് നല്ല രുചിയായിരിക്കണം. കണ്ടോ, ഇതെല്ലാവരും ഓർക്കിട്ട് പൊക്കാണ്, പക്ഷെ നല്ല അടിപൊളി പൈപ്പാണ്. അതെന്നെ അറിയോ പഴുത്തത്? എനിക്ക് പഴുത്ത മതി. പഴുക്കറിയാം ആരെങ്കിലും? അങ്ങോട്ട് പേരക്കയുടെ അഭിഷേകമുണ്ട്. അങ്ങോട്ടല്ലേ പോണേ? വീട്ടിൽ പോകണേ? ഇത് എങ്ങോട്ടാ പോവാ? അതാണ് ടൗണല്ലേ? ഇപ്പൊ നമ്മൾ ശരിക്കും ഇതിന്റെ ഉള്ളിലായില്ലേ? ചുറ്റുഭാഗം ഇനിയും പോണം അല്ലേ? ഇത് ബോർഡർ ആണല്ലേ? നമുക്ക് ഇനി വീട്ടിലേക്ക് പോകണമെങ്കിൽ തിരിച്ചു പോകണം. തിരിച്ചങ്ങോട്ടൻ. ഓ പറമ്പിന്റെ അവിടെയാണ് വലിയ പൈപ്പ്. അവിടെയും പൈപ്പ് ഉണ്ട്. ആണോ? പറമ്പിലുണ്ട്. ഇതാണ് സെന്റർ ഭാഗം. അത് ഇവിടെ എന്നിട്ട് നമുക്ക് ചുറ്റുപറ്റി ഫുള്ള് നോക്കിയാ കാടായിരിക്കും. ഇത് അവിടെ മാത്രം ഇങ്ങോട്ട് വന്നാ നമ്മുടെ എന്താ പറയാ മൊട്ടക്കുന്നാ പോകില്ലേ? മൊട്ടക്കുന്ന് കാണാൻ പറ്റില്ല. ഓ കാടാണ്, കാണാൻ പറ്റില്ല. ആ എനിക്ക് കാണാം, ഇവിടുന്ന് കാണാം. കാണാൻ പറ്റില്ല. ഓ റൈഡൊക്കെ നമ്മുടെ റോപ്പ് വേക്ക് അല്ലേ? റോപ്പൊക്കെ ഉണ്ട്. സൂം ചെയ്താൽ മതി. നമ്മുടെ പുറകിന് പട്ടിയൊക്കെ വന്നിട്ടുണ്ട്. ഫുള്ള് നമ്മള് ഇതായിപ്പോയി അകത്താ നമുക്ക് തോന്നുന്നു. ആ പുലിമുരുകനെ അതൊക്കെ താഴെയുണ്ട്. ആണോ? അത് സെയിം സാധനം. ഇങ്ങനെ പാറൊക്കെ ഇങ്ങനെ ഇരിക്കുന്നു. നമ്മൾ അത് മേക്കൂടെ ഇങ്ങനെ ഓടണം. പുലി ഇല്ലാന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ മേലെ കൂടെ പോകണം. പുല്ലല്ലാത്ത വേറെ എല്ലാം ഉണ്ട്. വണ്ടി ഇറക്കാൻ പറ്റാതെ അവിടെ
അവിടെ പക്ഷെ വണ്ടി ഇറക്കാൻ പാടില്ല. വണ്ടി ഇറക്കാൻ നമ്മൾ അകത്താണ്. ആണോ? കാരണം അവിടെ ഒരുപാട് മുള വെട്ടി നിൽക്കുന്നതാണ്. അപ്പം ഫോറസ്റ്റുകാരെല്ലാം അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പറയും മുള വെട്ടാൻ കണക്കിന് അത്രയും നേരെ ചെയ്യാം. അതുകൊണ്ട് അവിടെ കാര്യം അങ്ങനെ വണ്ടി ഇറക്കാൻ പോകാൻ പറ്റത്തില്ല. ഫോറസ്റ്റുകാർ നല്ല വലിയ വഴിയായിരുന്നു. വണ്ടിയൊക്കെ അറിയില്ലായിരുന്നു. അതെല്ലാം വെട്ടി ശരിയാക്കി അങ്ങനെ എങ്ങനെയാണ്ടൊക്കെ അവർ തടിയോ എന്നൊക്കെ വെച്ച് കല്ലൊക്കെ കൊണ്ടിട്ട് വണ്ടി കയറി പോകുന്നു. ഇത്രയും ചെറിയ ഗ്യാപ്പാ. നിങ്ങൾ ഇവിടെ കാണുമ്പോ അതൊക്കെ ചെറിയ കാടല്ലേ? പിന്നെ ഞാനൊക്കെ നേരത്തെ ഓർത്ത് ഇതൊക്കെ ചെറിയ കാടാണോ. അതിന്റെ തേങ്ങാണെന്നുണ്ടെങ്കിൽ ഒരു മണിക്കൂർ. ഇപ്പൊ ആ പാറ കാണാനില്ലല്ലോ. ആന പോയോ? ആന തോണ്ട ഇവിടെ നിൽക്കുന്നുണ്ട്. ഇങ്ങോട്ട് ആ ആനയുടെ തൊട്ടിപ്പുറത്തായിട്ട് ഒരു ആല് നിൽക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ല മുള്ളമ്മയുടെ ഇതിഴൊക്കെ ആക്കാൻ വരും. വഴിയിലൊക്കെയുള്ള കേഴനോ പട്ടിനോ എല്ലാം കണ്ടു കാണും. അതായത് പുള്ളിക്കാരൻ മുള്ളമ്പന്നി നിന്റെ നേരത്തെ മുള്ളു കുറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ഞാൻ ഓടുവായിരുന്നു കാണുമ്പോ ഓടിക്കളയല്ലേ? ഇതിന്റെ താഴേക്ക് പോയാ നമുക്ക് ഇവിടുന്ന് സെൽഫി എടുത്താലോ? എന്താ സാധനം? ഇതോ? ഇത് ഒച്ചിന്റെ കൂട്. ഒച്ചിന്റെ കൂടാണോ? ഒച്ചിന്റെ കൂടല്ല, എന്തോ ഒരു സംഭവമാണ്. എൻ്റെ ഇത് പൂപ്പയാണോ ഡൗട്ട്. പൊട്ടിക്കണ്ട പോയതാണ്. കളഞ്ഞേക്ക്. എന്തോ സംഭവം. അതോ? അത് നന്നാവില്ലേ താഴെ വീണത്? ഇപ്പം വീണത് അത് സോഫ്റ്റ് ആയ പേരൊക്കെ കഴിക്കാൻ പാടില്ല. ഞെങ്ങുന്നത് സാധ്യത ഉണ്ട് അല്ലേ? പുഴു ഉണ്ടാവാൻ സാധ്യത ഉണ്ട്. ആ ഇതങ്ങനെ ഞെങ്ങുന്നുണ്ട്. ഉണ്ടോ? ഇത് കൊള്ളില്ല. കേടാണല്ലേ? ഒരുമാതിരിയല്ലേ? ഇതുണ്ടോ ഒരു സൈഡ് മാത്രം. അതെ അതെ. നോക്ക് ഇവിടെ നല്ല കട്ടിയുണ്ട്. സൈഡ് മാത്രം അത് കേടാണല്ലേ? അപ്പൊ ചുമ്മാ തൊടുമ്പഴേ വീഴുന്നത് എടുക്കാൻ പാടില്ല. ഇതിന്റെ മണം നോക്കി, ഇതിന് മണമില്ല. അതിന് പാലന്റെ ഗ്യാപ്പ് ഉണ്ടോ? അതിനിടയ്ക്ക് ഞാൻ പാപ്പനെയും വിളിക്കൊണ്ട് കയറി നിന്നിട്ടുണ്ട്. സൈക്കിളോ? എന്നിട്ടോ? അതിന്റെ ഫോട്ടോ എടുത്തു. ചവിട്ടിക്കയറ്റ നോക്കി. ഞാൻ ഇവിടെ ഇരുന്ന് എന്നെ മടി വെച്ച് കിടികാറ്റി ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്റെ പണ്ടൊക്കെ വരുന്നു. സെറ്റ്. ആൾക്കാരെ ഒഴിച്ചു കൊണ്ടിട്ടുണ്ടോ? ഏത്? എന്റെ പുലിമണിന്റെ ധ്യാവനിങ്ങനെ കൊച്ചിനായിട്ട് നിൽക്കത്തില്ലേ? ഒളിച്ചു നിൽക്കുന്നേ ഒരു പുലിയുടെ മണ്ട. ഇവിടെ നമ്മുടെ വീടുണ്ടോ?